everyone, welcome to Marine Flavours. ഇന്നത്തെ വീഡിയോ ഒരു പ്ലാന്റഡ് അക്വേറിയം ചെയ്യുന്നതിനെ കുറിച്ചാണ്. എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു വീട്ടിൽ ഒരു പ്ലാന്റഡ് അക്വേറിയം ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, പിന്നെ സമയക്കുറവുകളുണ്ടായിരുന്നു, അത് കെയർ ചെയ്യാനായിട്ടുള്ള ഒരു സമയക്കുറവും, പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പ്ലാന്റഡ് ടാങ്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ നമുക്കിവിടെ എൻ്റെ വീട്ടിൽ വെക്കാനായിട്ടുള്ള സ്പേസും ഇല്ല, അതായത് ഈ ചേൻ്റെ വീട്ടിൽ വെക്കാനായിട്ടുള്ള സ്പേസും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ പപ്പയുടെ വീട്ടിൽ അവിടെ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ ഒരു പ്ലാന്റഡ് ടാങ്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കളക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റഡ് ടാങ്ക് ഫുള്ള് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ആ ഫിഷിനെയൊക്കെ അതിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടാങ്ക് ഉണ്ടാക്കി തുടങ്ങി അതിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഫിഷിനെ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള വീഡിയോ ആണ്. ഇവിടെ ഈ ടി വിയുടെ തൊട്ട് താഴെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു കാണുന്ന സ്പേസിൽ മെഷർമെൻ്റ് എടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ടാങ്ക് പണിയിപ്പിച്ചത്. അപ്പോൾ ടാങ്ക് താണ്ട് ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ടാങ്ക് വെക്കുന്നതിന് മുന്നേ ഒരു തെർമോക്കോളിൻ്റെ പീസ് കറക്റ്റായിട്ട് ആ ബോട്ടം ഗ്ലാസ് പീസിൻ്റെ അളവിൽ നമ്മൾ വെച്ചിട്ട് മാത്രമേ ഗ്ലാസ് ടാങ്ക് വെക്കാവുള്ളൂ. ഇനി ഞാൻ ഇത് അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ചരലാണ്. ചെറിയ റോക്കിൻ്റെ പീസ് ഉണ്ടല്ലോ, ലാവ റോക്കിൻ്റെ ആ പീസാണ്. ഇത് 1 കിലോ 50 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇത് നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് കംഫർട്ടബിളായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഒരു സ്പൂണാണ്. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനുള്ളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സ്പൂൺ അതിലേക്ക് ഇടുമ്പോഴും എടുക്കുമ്പോഴും നന്നായിട്ട് കെയർഫുള്ളായിരിക്കണം, ഇല്ലെങ്കിൽ അത് നമ്മുടെ ചില്ല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. സെൻറ്റർ പോർഷനിൽ കുറച്ച് നന്നായിട്ട് കട്ടിക്ക് ഇട്ടിട്ട് സൈഡിലേക്ക് ഒരു ചെറിയ ലെയറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഞാനിതിൻ്റെ ബോട്ടം സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിലുള്ള അഴുക്കും കാര്യങ്ങളും ചെറിയ തരിയും പൊടിയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ കഴുകി കളയുന്ന കൂട്ടത്തിലെടുത്ത് കളയണം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കല്ലിൻ്റെ കളറിൻ്റെ പറ്റിയ ഒരു കളറാണ് ഞാൻ ഈ ബ്ലാക്ക് കളർ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബ്ലാക്ക് കളർ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സ്റ്റോൺസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുത്തത്, എങ്ങനെയാണ് അണുവിമുക്തമാക്കിയതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോൺസൊക്കെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനകത്ത് കൂടി ഒരു 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ടാങ്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റുള്ള കല്ലാണ്. ടാങ്കിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴും തിരിച്ച് നമ്മുടെ കൈ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മൂവ് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ചില്ല് പൊട്ടിപ്പോവും. നന്നായിട്ട് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്കൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ആ ചെറിയ ഗ്രാവലുണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് അകത്തേക്കൊക്കെ കൊടുക്കണം. ഞാൻ ഒരു ചെറിയൊരു കേവിൻ്റെ ഷേപ്പിലാണ്, 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ളൊരു ചെറിയൊരു കേവിൻ്റെ ഷേപ്പിലാണ് ഞാനത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണിത് ചെയ്യുന്നത്. ഇപ്പോൾ 2 സൈഡിൽ നിന്നും ആക്സസ്, നടുക്കൂടെ ഒരു ചെറിയൊരു പാത്ത്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടുക്കുന്ന് കുറച്ച് ആ ഒരു ഗ്രാവൽ സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. അവിടെ ചെറിയൊരു പാത്ത് പോലെ ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രിഫ്റ്റ് വുഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മോസ് വാങ്ങിയായിരുന്നു. അപ്പോൾ ആ മോസാണിത്. ഇത് ക്രിസ്മസ് മോസാണ്. ഇനി ഈ ക്രിസ്മസ് മോസ് നമുക്കതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ ഇത് ചിരട്ടയിലും തടിയിലും ഒക്കെ വളർന്നു വരുന്നത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ വേണമെങ്കിൽ ഗ്ലൂ ഒട്ടിക്കാം. ഗ്ലൂ കുറച്ച് കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് ഞാൻ പച്ച നിറമുള്ള നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇനി ആ ഡ്രിഫ്റ്റ് വുഡ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ്.
അപ്പോൾ അത് അവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ആ എൻഡൊക്കെ ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ വുഡിൻ്റെ ആ ഒരു സെൻറ്റർ പീസിലായിട്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചരൽ മാറ്റി കൊടുക്കുക. അവിടെ ഒരു ഗ്യാപ്പായിട്ട് തന്നെ നമുക്ക് ഇട്ടേക്കാം. അങ്ങനെ ഇപ്പോൾ ഡ്രിഫ്റ്റ് വുഡ് വെച്ചു. നമ്മുടെ ആ വെച്ച സ്റ്റോണിലൊക്കെ ഞാൻ കുറച്ച് മോസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് അനൂബിയാസ് ഗ്ലാബ്ര എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് ഞാൻ കല്ലിൽ വെച്ച് വളർത്തിയെടുത്തതാണ്. ഏകദേശം 2 വർഷത്തോളം ആവുന്നു ഈ പ്ലാന്റ്. അപ്പോൾ എനിക്ക് ആദ്യമേ അക്വാ ഗേൾ എന്നൊരു ചാനലുണ്ടായിരുന്നു. അതിലായിരുന്നു ഞാൻ ആദ്യം വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായിപ്പോയി സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അന്ന് ഇത് കല്ലിൽ വെക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു സോഡ് പ്ലാന്റ് ആണ്. ഇതും വീട്ടിലുണ്ടായിരുന്നതാണ്. ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നതെല്ലാം നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ട് ആ ഒരു ചരൽ തന്നെ വെച്ചിട്ട് പ്ലാന്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് കാർപ്പറ്റ് പ്ലാന്റ് ആണ്. ഇത് ഒരിക്കൽ ടാങ്കിൽ വളർന്നപ്പോൾ ഞാൻ കുറച്ചെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ അത് തറയിൽ ഫുള്ള് നമ്മുടെ ഒരു ചട്ടിയിൽ ഫുള്ള് സ്പ്രെഡായി വളർന്നു. അതങ്ങനെ ഞാൻ പറിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത്, ഇത് അക്വാട്ടിക് പ്ലാന്റ് ആണ് കേട്ടോ, കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് മണ്ണിലും വളരും. അതായത് വെള്ളം ജസ്റ്റ് നമ്മൾ സാധാ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മണ്ണിലും വളരും. മണ്ണിലും നല്ല ഭംഗിയായിട്ട് നമുക്കൊരു കാർപ്പറ്റ് പോലെ തന്നെ ഇത് വളർന്നു വരും. അതുപോലെ തന്നെ നമുക്കിത് അക്വേറിയത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഇതിലെ പ്ലാന്റ്സ് എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വെള്ളം നിറയ്ക്കുക എന്നതാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ചെറിയൊരു മഗ്ഗ് വെച്ചിട്ട് സ്റ്റോണിൻ്റെ പുറത്തേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ താഴെ ഇട്ടിരിക്കുന്ന ഗ്രാവലൊന്നും സ്പ്രെഡായിട്ട് പോവില്ല. നമ്മുടെ ഈ കാർപ്പറ്റ് പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് അത് നമ്മുടെ ആ സ്റ്റോണിൻ്റെ ഇടയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. അങ്ങനെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഫിഷിനെ ആഡ് ചെയ്യില്ല. ഒരു 2-3 ഡേയ്സ് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളതിൻ്റെയാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു വെട്ടൽ പോലെ തോന്നുന്നത്. അങ്ങനെ ഇതിൽ വെള്ളം നിറച്ച് വെച്ച ദിവസം തന്നെ ഞാൻ ഒരു തരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് സ്റ്റെറിലൈസ് ആവാനാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഈ ടാങ്കിലെ വെള്ളം ഒരു ചെറിയ ഓസ് ഉപയോഗിച്ച് നമുക്ക് വലിച്ച് കംപ്ലീറ്റ് കളയാൻ പറ്റും. അങ്ങനെയാണ് ഞാനിത് ഈ ടാങ്ക് ഞാൻ എംപ്റ്റി ചെയ്യാൻ പോവുകയാണ്. വെള്ളം ഫുള്ള് കളയുവാണ്. അങ്ങനെ ആ വെള്ളം കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം പിടിച്ച് വെച്ചിരുന്ന വെള്ളമാണ്. ഇനി ചെറിയൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ തെളിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ പൊങ്ങി കിടക്കുന്ന ചെടിയുടെ അവശിഷ്ടങ്ങളും ലീഫും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി വാട്ടർ പ്ലാന്റിലേക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ഒരു ഫ്രെയിം ലാമ്പ്. ഇത് നമുക്കതിൽ അത്യാവശ്യം വെട്ടം കിട്ടാനായിട്ട് വേണ്ടിയാണ്.
ഇത് വെക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ പ്ലാന്റ്സ് വളർന്നു വരില്ല, അത് മുഴുവനും ചീത്തയായിട്ട് പോകും. ഇത് LED ആണ്. ഇതിന് 500 ആണ് കേട്ടോ എനിക്ക് റേറ്റ് ആയത്. ഇതിൻ്റെ പുറത്തൊരു കവറുണ്ട്, ഞാൻ കത്തിച്ച് കാണിക്കാം. ഇതുണ്ട്, ഇങ്ങനെയാണ്. ഇത് 3 മോഡുണ്ട്, അതായത് ഫുള്ളാണ് ഇപ്പോൾ ഇട്ടത്. ആ രീതിയിൽ നമുക്ക് 3 രീതിയിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് 2 ചെറിയ സ്റ്റാൻഡുണ്ട്, ക്ലിപ്പ് പോലെ, ഈ കാണുന്നതാണത്. അപ്പോൾ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അഡ്ജസ്റ്റ് ചെയ്ത്, ഞാൻ ആ ടാങ്കിൻ്റെ അളവ് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് നമുക്കതിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പ്ലാന്റഡ് ടാങ്കിലേക്ക് അത്യാവശ്യം വേണ്ടതാണ് ഒരു ഫിൽറ്റർ. ഇത് ഹാങ് ഓൺ ഫിൽറ്ററാണ്. ഇതും നമ്മുടെ ടാങ്കിൻ്റെ അളവ് പറഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഇതുപോലെയാണ്, നമുക്ക് ലൂസായിട്ടാണ് ഇത് വരുന്നത്. നമ്മളിത് ഫിറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് അവിടെ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴെ വേറെ ഒരു ഹോസ് വരുന്നുണ്ട്, ഇതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പൈപ്പ് വരും. ഇതിൽ നമ്മൾ ഈ ഒരു L ഷേപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ L ഷേപ്പ് പൈപ്പിന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു ലൂസായിട്ടാണ് കേട്ടോ ഇത് കിടക്കുക. കാരണം ഇത് ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കും. മുകളിലുള്ള ചെറിയ ചെറിയ വേസ്റ്റ് ഇലയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിങ്ങനെ പിടിച്ച് എടുക്കത്തോളും. ഇനി ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും നമുക്ക്. ഇതിങ്ങനെയാണ് കേട്ടോ ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ബോട്ടം ഇനി നമ്മുടെ ആ വെള്ളം പിടിച്ചെടുക്കുന്ന ഒരു ചെറിയ പൈപ്പുണ്ട്, അതും കൂടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇത്രയാണ്, ഇങ്ങനെയാണ് കേട്ടോ ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ ഉള്ളിലായിട്ട് ഇതാണ് ഇതിൻ്റെ ഫിൽറ്ററിങ് മീഡിയ. ഇത് നമുക്കെടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വെക്കാനായിട്ട് ഇവിടെ ഒരു സ്ലോട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മളത് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും, അത്രയേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെക്കാനായിട്ട് മുകളിൽ ഇതിനൊരു അടപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിൽറ്റർ. ഇങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ ടാങ്കിൻ്റെ സൈഡിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് അധികം വെയിറ്റ് ഒന്നുമില്ല. ഇതിങ്ങനെ നമുക്ക് തൂക്കിയിടാം ടാങ്കിൻ്റെ സൈഡിൽ. അതുകൊണ്ടാണ് ഇതിന് ഹാങ് ഓൺ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം ഇത് നമുക്കത് കറക്റ്റ് ലെവൽ ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഈ താഴെ ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ചെറിയ സാധനമുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ടാങ്കിൽ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലെവലിൽ നമുക്ക് ടാങ്ക് അതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. ഈ ഒരു ഫിൽറ്ററിൻ്റെ പമ്പ് ഈ കാണുന്നതാണ്. നമ്മൾ ഈ ഒരു മുകളിൽ വരെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം നിറച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ടാങ്കിലെ ലെവലും ആ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് വെള്ളം ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കറണ്ട് പോകുന്ന സമയത്ത് ഇതിലെ വെള്ളം എംറ്റി ആയിരിക്കും. കറണ്ട് പോയി അത് വരുന്നതിന് മുന്നേ നമ്മളിത് വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടേ ഓൺ ആക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പമ്പ് വർക്ക് ചെയ്യില്ല, ക്രമേണ ഇത് നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഫിൽറ്റർ ചെയ്യുന്ന ആ സ്പോഞ്ചിൻ്റെ ആ ഒരു സംഭവം നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുത്തത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 35 to 40 ലിറ്ററാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പമ്പാണ് ഞാൻ വാങ്ങിയത്. ഇതിന് 800 റുപ്പീസാണ് വിലയായിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഫില്ല് ചെയ്തു. നമുക്കിനി ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഫിൽറ്റർ ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഫിൽറ്റർ. താഴത്തെ ആ ഒരു പൈപ്പിൽ നിന്നാണ് ഇവർ വെള്ളം മുകളിലേക്ക് വലിച്ചെടുക്കുന്നത്. ഇപ്പോൾ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അധികം തെറിച്ച് പോകാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു മെക്കാനിസമാണ് ഈ ഒരു പമ്പിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഫിൽറ്ററിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഈ ഒരു സാധനം കണ്ടോ, നമ്മുടെ ആ ചെടിയുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്.
അപ്പോൾ പ്ലാന്റ് ടാങ്കിൽ എന്തായാലും ഒരു ഫിൽറ്റർ അത്യാവശ്യമാണ്. അപ്പോൾ ഫ്ലോ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മുടെ പ്ലാന്റ് ടാങ്കിൻ്റെ കംപ്ലീറ്റ് പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ടാങ്ക് നമുക്ക് വീട്ടിൽ വന്നാണ് കേട്ടോ ചെയ്തു തന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്ററും ലൈറ്റും ഒക്കെ കൊണ്ടുവന്നതും അരുൺ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആളിന് വലിയ ഫോമും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ള ഫിഷിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഫിഷിനെ ആഡ് ചെയ്യുന്ന വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം 5 മണിക്കൂർ മാത്രം നമ്മൾ ലൈറ്റ് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഫുള്ള് ഗ്രീൻ ആൽഗെ കയറി പച്ച കളറായി പോകും വെള്ളം. പിന്നെ ഫിൽറ്റർ 24 hours നമ്മൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വലിയ കറണ്ട് ചാർജൊന്നും ആകില്ല. പിന്നെ ആൽഗെ വരാതിരിക്കാനായിട്ടുള്ള മെയിൻ കാര്യമാണ് ലൈറ്റ് കൺട്രോൾ മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് പറയാനായിട്ട് വലിയ മടിയാണ് കേട്ടോ. കാരണം സാധാരണ ഇതൊന്നും ഇവിടെ നിന്ന് ഇത് തുടങ്ങുമ്പോഴേക്കും വീഡിയോ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടോ. യൂഷ്വലി എനിക്കൊരു ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.